മലയാളം ഇൻഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ക്യാരക്ടർ സ്റ്റൈലും പാരഗ്രാഫ് സ്റ്റൈലുമാണ്. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ബ്രോഷർ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ക്യാരക്ടർ സ്റ്റൈലും പാരഗ്രാഫ് സ്റ്റൈലും വളരെ അത്യന്താപേക്ഷിതമായ രണ്ട് ഫീച്ചേഴ്സാണ്. പ്രധാനമായും നമ്മളിതിനെ ആശ്രയിക്കുന്നത് നമുക്ക് സാധാരണയായി ഒരു ബുക്കിൽ ഒരു 100 പേജിൻ്റെ ബുക്കാണെങ്കിൽ അതിൽ ഒരേ ക്യാരക്ടറും ഒരേ സ്റ്റൈലിങ്ങും പല പേജുകളിലായി നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. അത് പല സമയത്തായി ചിലപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പോയിന്റ് സൈസസ്, കളേഴ്സ്, അതിൻ്റെ ഹൊറിസോണ്ടൽ സ്കെയിലിംഗ്, അതിൻ്റെ ട്രാക്കിംഗ്, അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് പല സമയത്തായി എഡിറ്റ് ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ പോയി ഓരോന്നോരോന്നായി എഡിറ്റ് ചെയ്യുന്നത് പലപ്പോഴും പ്രാക്ടിക്കലല്ല, മാത്രവുമല്ല അത് കൂടുതൽ സമയവും എടുക്കുന്ന ഒരു ജോലിയാണ്. അതിനെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളത് ആണ് ഈ സ്റ്റൈൽ ഷീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യമായി ക്യാരക്ടർ സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. ക്യാരക്ടർ സ്റ്റൈൽ എടുക്കുന്നതിനായി വിൻഡോ, സ്റ്റൈൽസ്, ക്യാരക്ടർ സ്റ്റൈൽസ്. ഇപ്പോൾ ഇതിൽ ക്യാരക്ടർ സ്റ്റൈൽ നൺ ആണ് കിടക്കുന്നത്, ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ക്യാരക്ടർ സ്റ്റൈൽ എടുക്കുന്നു. ഷിഫ്റ്റ് F11 ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഷിഫ്റ്റ് F11 ക്യാരക്ടർ സ്റ്റൈൽ. ഞാൻ ഒരു പുതിയ ക്യാരക്ടർ സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഈ 7ാം പേജിൽ ഒരു ഹെഡ്ലൈൻ ഉണ്ട്, സാലഡ്സ് എന്നാണ്. ഇതൊരു കുക്കറി ബുക്കാണ്. ഇത് എത്ര പേജാണ്? 49 പേജുള്ള ഒരു കുക്കറി ബുക്കാണിത്. അതിൻ്റെ കവർ പേജാണ് ഈ കാണുന്നത്. ഞാനതിൻ്റെ ക്യാരക്ടർ സ്റ്റൈൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേജിലേക്ക് ആദ്യമായി പോകുന്നു. 7ാമത്തെ പേജിൽ എൻ്റെ ഒരു ചാപ്റ്റർ ആരംഭിക്കുകയാണ്. ഈ ആരംഭിക്കുന്ന ചാപ്റ്ററിൽ എനിക്ക് കൊടുക്കേണ്ടത് സാലഡ് എന്നുള്ള ഒരു ഹെഡുണ്ട്. ഇതൊരു ചാപ്റ്റർ ബിഗിനിങ് ആണ്. അവിടെ ഞാനൊരു പുതിയ ക്യാരക്ടർ സ്റ്റൈൽ ഉണ്ടാക്കുകയാണ്. അതിനായി ഞാൻ ക്യാരക്ടർ സ്റ്റൈൽ പാലറ്റിൻ്റെ റൈറ്റ് ടോപ്പിലുള്ള ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ക്യാരക്ടർ സ്റ്റൈൽ. അതല്ലെങ്കിൽ ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ആ പാലറ്റിൻ്റെ താഴെ ഉള്ള ഈ പേജ് സിമ്പലിൽ ക്ലിക്ക് ചെയ്താലും ന്യൂ ക്യാരക്ടർ സ്റ്റൈൽ കിട്ടുന്നതാണ്. എന്നിട്ട് അതിനെ എനിക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അതിന് ഞാൻ ആദ്യമായി ഒരു പേര് കൊടുക്കുന്നു, സെക്ഷൻ. എൻ്റെ ഒരു സെക്ഷനാണത്. സെക്ഷൻ എന്ന് പേര് കൊടുക്കുന്നു. ബേസ്ഡ് ഓൺ നൺ. എനിക്ക് ബേസ്ഡ് ഓൺ അവിടെ മറ്റൊന്നും എനിക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ ബേസ്ഡ് ഓൺ നൺ തന്നെ കൊടുക്കുന്നു. ഇനി ബേസിക് ക്യാരക്ടർ ഫോർമാറ്റിൽ പോകുന്നു. അവിടെ ആ ഫോണ്ടിൻ്റെ പേരുണ്ട്, ഐ ആം ഫാഷനിസ്റ്റ. അതാണ് ആ ഫോണ്ടിൻ്റെ പേര്. അത് തന്നെ കിടക്കുന്നതാണ് എനിക്ക് താല്പര്യം, അത് തന്നെ കിടക്കട്ടെ. ഫോണ്ട് സ്റ്റൈൽ നോർമൽ റെഗുലർ തന്നെയാണ്, അത് കുഴപ്പമില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ. സൈസ് 114.73 പോയിന്റ് ആണ്, അതും അങ്ങനെ തന്നെ കിടക്കട്ടെ. ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ. അഡ്വാൻസ്ഡ് ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ പോയാൽ നമുക്ക് കാണാവുന്ന ഹൊറിസോണ്ടൽ സ്കെയിൽ, അതായത് ഇതിൻ്റെ കണ്ടൻസേഷൻ, അത് നണ്ണാണ് കിടക്കുന്നത്. അത് എനിക്ക് ആവശ്യമില്ല. വെർട്ടിക്കൽ സ്കെയിൽ അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല എനിക്ക്. അതിൻ്റെ കളർ, ക്യാരക്ടർ കളർ പ്രധാനപ്പെട്ട കാര്യം. വൈറ്റ് പേപ്പർ ആണ് ഇപ്പോൾ കിടക്കുന്നത്, അത് അങ്ങനെ തന്നെയാണ് എനിക്ക് ആവശ്യം. ഓപ്പൺ ടൈപ്പ് ഫേസ്, അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, അങ്ങനെ തന്നെ കിടക്കുന്നു. ഞാൻ അതിന് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ. ഇപ്പോൾ ആ സാലഡ് എന്നുള്ള സെക്ഷൻ അതിനൊരു ക്യാരക്ടർ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ മറ്റു പേജ് സെക്ഷൻസിലുള്ള ഇതിൽ എനിക്ക് അവിടെ ഇതേ സ്റ്റൈലും തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത അത് കൊടുക്കുന്നു. അടുത്ത സെക്ഷനിലും പോയിട്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെക്ഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മെയിൻ ഡിഷ്, അതും സെക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡെസേർട്സ്, അതും ക്ലിക്ക് ചെയ്യുന്നു. സെക്ഷൻ. ഓക്കെ. ഇത്രയും സെക്ഷൻസ് ആണ് ഇപ്പോൾ എനിക്കിതിലുള്ളത്. ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനം നമുക്ക് അറിയാൻ പോകുന്നത്. സപ്പോസ് എൻ്റെ ആർട്ട് ഡയറക്ടർ പറയുകയാണ് ഈ ഫോണ്ട് മാറ്റണം, ഇതിൻ്റെ കളറും മാറ്റണം എന്ന് പറയുകയാണ്. സപ്പോസ് ഇതൊരു 100 പേജുള്ള ബുക്കാണ്. അതിൽ 50 സെക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ 25 സെക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 25 സെക്ഷൻസിലും പോയി ഓരോ പേജിലും പോയി ഇതിൻ്റെ ഫോണ്ടും കളറും ചേഞ്ച് ചെയ്യുന്നത് എത്ര സമയമാണ് നഷ്ടമാവുക? അതിനുള്ള എളുപ്പ വഴിയാണ്. ഞാനിതിനെ സെലക്ട് ചെയ്യുന്നു, അതിനെ എഡിറ്റ് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക്. ഇവിടെ ബേസിക് ക്യാരക്ടർ ഫോർമാറ്റിൽ പോകുന്നു. അതിൻ്റെ ഫോണ്ടിനെ ഞാൻ തൽക്കാലം ഹെൽവെറ്റിക്ക ആക്കുന്നു. ഹെൽവെറ്റിക്ക. അതൊരു ബോൾഡ് ഫോണ്ട് ആക്കുന്നു, അല്ലെങ്കിൽ മീഡിയം കണ്ടൻസർ, അല്ലെങ്കിൽ ബോൾഡ് കണ്ടൻസർ.
പോയിന്റ് സൈസ്. ഹെൽവെറ്റിക്ക കണ്ടൻസർ, ബോൾഡ് കണ്ടൻസർ ഇത്രയും വലിയ പോയിന്റ് സൈസ് ഇട്ടാൽ നമ്മുടെ ആ ടെക്സ്റ്റ് ബോക്സിൽ നിൽക്കുന്നതല്ല. അതുകൊണ്ട് ഞാൻ ഓരോ പേജിലും പോയി വീണ്ടും ടെക്സ്റ്റ് ബോക്സസിനെ വലുതാക്കേണ്ടി വരുന്നതായിരിക്കും. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പോയിന്റ് സൈസ് തീർച്ചയായും കുറച്ചേ പറ്റുകയുള്ളൂ. ഒരു 72 പോയിന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ കിടക്കട്ടെ. കളറിലും ഒരുപക്ഷെ ഒരു ചേഞ്ച് ആവശ്യപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുക. ഞാനത് യെല്ലോ ആക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഫോണ്ട് മാറി, കളർ മാറി. ഇനി മറ്റു പേജുകളിൽ എങ്ങനെ അത് എഫക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതാ, ആദ്യത്തെ പേജിൽ സാലഡ്സ് മാറിയിരിക്കുന്നു, സെക്കൻഡ് സെക്ഷനിൽ കറീസ് മാറിയിരിക്കുന്നു, നൂഡിൽസ് സെക്ഷൻ മാറിയിരിക്കുന്നു, അങ്ങനെ എല്ലായിടത്തും മെയിൻ ഡിഷ് മാറിയിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഒരേ സമയം ഈ എഡിറ്റിംഗ് ഇത് എവിടെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് ബാധകമാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് പാരഗ്രാഫ് സ്റ്റൈൽ എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. പാരഗ്രാഫ് സ്റ്റൈൽ, വിൻഡോ, സ്റ്റൈൽസ്, പാരഗ്രാഫ് സ്റ്റൈൽ. പാരഗ്രാഫ് സ്റ്റൈലും ഇതുപോലെ തന്നെ നമുക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നമ്മൾ ഒരു ടെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകുന്നു. ഇതൊരു പാരഗ്രാഫ്, ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോഴതിൻ്റെ ഫോണ്ട്, ക്യാരക്ടറും ഫോർമാറ്റും എല്ലാം നമുക്കൊന്ന് ഗൗഡി ഓൾഡ് സ്റ്റൈലാണ് കിടക്കുന്നത്. 13 പോയിന്റ് ആണ് കിടക്കുന്നത്. അതങ്ങനെ കിടക്കട്ടെ. നമുക്ക് പുതിയ ഒരു പാരഗ്രാഫ് സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പാരഗ്രാഫ് സ്റ്റൈൽ കിട്ടി. ഞാൻ അൺഡു ചെയ്യുന്നു. അതല്ലെങ്കിൽ ഈ ടോപ്പ് ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ പാരഗ്രാഫ് സ്റ്റൈൽ കിട്ടുന്നതാണ്. അവിടെ ഞാൻ പോകുന്നു. എനിക്ക് ഈ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഹെൽവെറ്റിക്ക ആണ് എൻ്റെ പ്രിഫേർഡ് ഫോണ്ട്. ഞാൻ ഹെൽവെറ്റിക്ക ആക്കുന്നു. ഹെൽവെറ്റിക്ക റെഗുലർ 13 പോയിന്റ്, ഓക്കെ, അത് മതി. അഡ്വാൻസ്ഡ് ഫോർമാറ്റ്, ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് എനിക്ക് ആവശ്യമില്ല. ഇൻഡന്റ് ടാബ്സ് അതൊന്നും ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. പാരഗ്രാഫ് റൂളിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഹൈഫനേഷൻ ഞാൻ നീക്കം ചെയ്യുന്നു. ജസ്റ്റിഫിക്കേഷൻ എനിക്ക് ആവശ്യമില്ല. ഞാൻ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും എനിക്ക് ഉചിതം. ക്യാരക്ടർ കളറിൽ പോകുന്നു, ബ്ലാക്ക് തന്നെ കിടക്കുന്നു. ഞാനൊരു 70% ആണ് ഇപ്പോൾ കിടക്കുന്നത്. എനിവേ നോക്കാം, അങ്ങനെ തന്നെ കിടക്കട്ടെ. അണ്ടർലൈൻ ഓപ്ഷൻസ് മറ്റൊന്നും എനിക്കിപ്പോൾ ആവശ്യമില്ല. ഒരു സ്പേസിങ് മാത്രം എനിക്ക് ടോപ്പിൽ ഒരു 2 മില്ലിമീറ്റർ സ്പേസ് കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ ഇൻഡൻസ് ആൻഡ് സ്പേസിങ്, അതിനൊരു ഹെഡിങ് ഉണ്ട്, ഡയറക്ഷൻസ് എന്നൊരു ഹെഡിങ് ഉണ്ട്. ആ ഹെഡിങ്ങിന് ശേഷം ഒരു 2 മില്ലിമീറ്റർ സ്പേസ് എനിക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ സ്പേസ് ബിഫോർ 2 മില്ലിമീറ്റർ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഞാനത് സെലക്ട് ചെയ്തിട്ട് പാരഗ്രാഫ് സ്റ്റൈൽ 1 കൊടുക്കുകയാണ്. മറ്റൊരു കാര്യം ഞാൻ മറന്നുപോയി, അതിന് പേര് കൊടുക്കുന്ന കാര്യം മറന്നുപോയി. എനിക്ക് പല പല പാരഗ്രാഫ് ഇതിലുണ്ട്, അതിനും പല പല സ്റ്റൈലുകളാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഈ പാരഗ്രാഫിന് ഒരു പ്രത്യേക പേര് കൊടുക്കേണ്ടതുണ്ട്. ഇതിന് പാരഗ്രാഫ് ഡയറക്ഷൻ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഡയറക്ഷൻ 1 എന്ന് കൊടുക്കുന്നു, ഓക്കെ. ഇപ്പോൾ നമ്മൾ കൊടുത്തു തന്നെ അല്ലേന്ന് നമുക്ക് നോക്കാം. ഇതാ ക്യാരക്ടർ പാലറ്റിൽ നമ്മളിപ്പോൾ ഒന്ന് സൂം ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. സെലക്ട് ചെയ്തിരിക്കുന്നു. ഹെൽവെറ്റിക്കയാണ്. ഹെൽവെറ്റിക്ക 37 തിൻ കണ്ടൻസർ, 13 പോയിന്റ്, 18 പോയിന്റ് ലെഡിങ് ആണ് കിടക്കുന്നത്. ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് ഇല്ല. വെർട്ടിക്കൽ സ്കെയിലിംഗ് 100% ആണ്. ഹൊറിസോണ്ടൽ സ്കെയിലിംഗ് 100% ആണ് കിടക്കുന്നത്. പിന്നെ അതിന് നമ്മൾ ബിഫോർ സ്പേസ് കൊടുത്തിരുന്നു. അതറിയാൻ നമുക്ക് പാരഗ്രാഫിന്റെ പാലറ്റ് എടുത്ത് തന്നെ നോക്കേണ്ടി വരും. അതിന് ഉള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ആൾട്ട് അല്ലെങ്കിൽ കമാൻഡ് ആൾട്ടിൻ ടി. നമുക്ക് നോക്കാം. ഇവിടെ ദ ബിഫോർ സ്പേസ് 2 മില്ലിമീറ്റർ കിടക്കുന്നുണ്ട്. അത്രയുമാണ് ഇതിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റ് പേജുകളിലും പോയിട്ട് ഇതിനെ ഇതേ ഫോർമാറ്റിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പേജിൻ്റെ ലേഔട്ട് എടുക്കുന്നു. പേജ് ലേഔട്ടിലേക്ക് പോകുന്നു. മറ്റു പേജിൽ ഇതാണ് ഞാൻ ആ പാരഗ്രാഫ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്പേസ് കിടക്കുന്നുണ്ട്. അവിടെ ഡയറക്ഷൻ 1 ഇതാക്കിയിരിക്കുന്നു. ഇനി മറ്റ് പേജിലേക്ക് പോകുന്നു. ഡയറക്ഷൻ 1 ഉദാഹരണത്തിന് വലിയൊരു നോവൽ ആണ് അല്ലെങ്കിൽ വലിയൊരു ഹിസ്റ്ററി ബുക്ക് ആണെങ്കിൽ ഇത് വലിയ പാരഗ്രാഫ് ആയിരിക്കാം. അല്ലെങ്കിൽ ഈ സ്റ്റൈൽ ഒരുപക്ഷെ 10-20 പേജുകളിൽ വരുന്നതായിരിക്കാം. ഇതിപ്പോൾ ഇത്തരമൊരു ബുക്ക് ആയതുകൊണ്ട് മാത്രം ചെറിയ പാരഗ്രാഫാണ് വരുന്നത് എന്നുള്ള വ്യത്യാസമേ ഇതിനുള്ളൂ. 20-50 പേജുകളോളം വരുന്ന ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാ പേജിലേക്കും ആ പാരഗ്രാഫിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒരിക്കൽ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പാരഗ്രാഫിന്റെ അല്ലെങ്കിൽ പേജിന്റെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചോ അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ അളവ് വർദ്ധിക്കുന്നതനുസരിച്ചോ ഇതിനെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഏറെ കൂടുതലായിരിക്കും. ഇതാ ആ പാരഗ്രാഫ് എല്ലായിടത്തും അത് അപ്ലൈ ആയിരിക്കുകയാണ്. ഇത് ഞാൻ അവിടെ ആ പാരഗ്രാഫിൽ ഇതൊരു പാരഗ്രാഫ് ആയതുകൊണ്ട് ഇതിൽ എവിടെയെങ്കിലും സെലക്ട് ചെയ്തിട്ട് അതിന്റെ നമ്മുടെ പാരഗ്രാഫ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്താൽ മതി. ആ പാരഗ്രാഫ് മുഴുവനും ആ സ്റ്റൈൽ അപ്ലൈ ആവുന്നതാണ്. ഇതാ
ഇനി എനിക്ക് എൻ്റെ ഈ പാരഗ്രാഫ് സ്റ്റൈലിൻ്റെ ടെക്സ്റ്റിനെ ഒന്ന് മാറ്റണം എനിക്ക്. അതിപ്പോൾ എല്ലാ പേജിലും പോയി മാറ്റുക എന്നുള്ളത് എനിക്ക് പ്രായോഗികമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ പാരഗ്രാഫ് സ്റ്റൈലിനെ എഡിറ്റ് ചെയ്യുകയാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ബേസിക് ക്യാരക്ടർ ഫോർമാറ്റ് ഞാനൊന്ന് മാറ്റുന്നു. ഹെൽവെറ്റിക്കയ്ക്ക് പകരം അതിനെ മറ്റൊരു ഫോണ്ട് ആക്കണമെന്ന് എൻ്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഫോണ്ട് എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ഞാൻ ടൈംസ് ആണ് ഇതിനെ ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ടൈംസ് ന്യൂ റോമൻ ആക്കിയിരിക്കുകയാണ്. കളർ എനിക്കൊന്ന് മാറ്റണം. ക്യാരക്ടർ കളറിൽ അതിന് ഒരു ബ്ലൂ കളർ കൊടുക്കാനാണ് എൻ്റെ ഡയറക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ടിൻറ്റ് 100% മതി. 70% ആയിരുന്നു ഇടുന്നത്, അത് 100% ആക്കണം. ഇപ്പോഴിതാ ആ പാരഗ്രാഫ് കംപ്ലീറ്റ് അതുപോലെ ആയിരിക്കുകയാണ്. ഇനി മറ്റു പാരഗ്രാഫിലും അത് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുന്നു. അവിടെയും അത് തന്നെ ആയിട്ടുണ്ട്, അവിടെയും അത് തന്നെ ആയിട്ടുണ്ട്. എല്ലാ പേജുകളിലും ആ പാരഗ്രാഫ് മാറിയിരിക്കുകയാണ്. ഇനി എനിക്ക് അതിനൊന്ന് ജസ്റ്റിഫൈ ചെയ്താൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. കാരണം അതിൻ്റെ ഒരു സ്റ്റൈലിന്, ആ ഡിസൈനിൻ്റെ ഒരു സ്റ്റൈലിന് ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതിനൊന്ന് ജസ്റ്റിഫൈ, ഇപ്പോഴത് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് കിടക്കുന്നത്. അതിന് നമുക്കൊന്ന് ജസ്റ്റിഫൈ ചെയ്ത് നോക്കാം. എഡിറ്റിംഗ്, അഡ്വാൻസ്ഡ് ക്യാരക്ടർ ഫോർമാറ്റ്, ഇൻഡൻസ് ആൻഡ് സ്പേസിംഗ്, അലൈൻമെൻറ്റ്. ഇവിടെ ഇൻഡൻസ് ആൻഡ് സ്പേസിംഗിൽ അലൈൻമെൻറ്റ് ഇപ്പോൾ ലെഫ്റ്റ് ആണ് കിടക്കുന്നത്. ഞാൻ അതിനെ ലെഫ്റ്റ് ജസ്റ്റിഫൈ കൊടുക്കുകയാണ്. ലെഫ്റ്റ് ഇൻഡൻറ്റ് ആവശ്യമില്ല, സ്പേസിംഗ് ഒന്നും ആവശ്യമില്ല. എനിക്ക് തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഇതാ ലെഫ്റ്റ് ഇൻഡൻറ്റ് കൊടുത്തിരിക്കുകയാണ്. മറ്റ് പേജുകളിൽ അത് അപ്ലൈ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാ എല്ലാ പേജുകളിലും അത് അപ്ലൈ ആയിരിക്കുകയാണ്. അതാണ് കുറേ കൂടി ഭംഗി. ഇത്തരം പാരഗ്രാഫുകൾക്ക് അതായിരിക്കും കുറേ കൂടി, ബുക്ക് ആയതുകൊണ്ട് അതായിരിക്കും കൂടുതൽ ഭംഗി. ഇതാ ക്യാരക്ടർ സ്റ്റൈലിൻ്റെയും പാരഗ്രാഫ് സ്റ്റൈലിൻ്റെയും സാധ്യതകൾ അപാരമാണ്. അത് കൂടുതൽ എത്രയും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നോ അത്രയും നമുക്ക് നമ്മുടെ ജോലി വളരെ എളുപ്പമാക്കി തീർക്കുന്നതും സമയം വളരെയേറെ ലാഭിക്കുന്നതുമായിരിക്കും. മലയാളം ഇൻഡിസൈൻ ട്യൂട്ടോറിയലിൻ്റെ ഈ അധ്യായം വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.